ഹൃദയപൂർവം ഭാഗം 101. ഇവിടെ ലക്ഷ്മി മോളും സാന്ദ്രമോളും ഇഷാനിയും ഗംഗയും എല്ലാവരും വിവാഹം കഴിക്കാൻ പോകുന്നത് 23, 24, 25 വയസ്സിലാണ്. അതുകൊണ്ട് മോളും അതൊക്കെ കണ്ട് ആഗ്രഹിച്ചാൽ മതി. അതുകൊണ്ട് വിവാഹ സ്വപ്നങ്ങൾക്ക് വിടാം. അപ്പോ നമുക്ക് എന്തായിരിക്കണം ചിന്തിക്കേണ്ടത്? അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കാനുള്ളത് ശരത്തേട്ടന്റെയും ദേവിക ചേച്ചിയുടെയും വിവാഹം, പിന്നെ ഗംഗ ചേച്ചിയുടെയും സന്ദീപേട്ടന്റെയും വിവാഹം, പിന്നെ ഇഷാനി ചേച്ചിയുടെയും നവീൻ ചേട്ടന്റെയും വിവാഹം. മിത്ര പറഞ്ഞതും ടീച്ചറമ്മയും മാഷച്ചനും മാധവിന്റെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടി. ഗംഗയും സന്ദീപും തമ്മിലോ? അതായത് ദേവർമഠത്തിലെ സന്ദീപുമായിട്ട്? സീതാമ്മ ഞെട്ടലോടെ ചോദിച്ചതും എല്ലാവരും മിത്രയെ നോക്കി. പിന്നെ നോക്കിയത് ഗംഗയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് സന്ദീപിന്റെ കാറ് ആ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നത്. ഇതിന്റെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ. പൂർത്തിയായി. ഗംഗ പറഞ്ഞതും ഇഷാനി അവളെ ദയനീയമായി നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്നും സന്ദീപ് ഇറങ്ങി. പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സന്ദീപിനെ എല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നത് കണ്ടതും എന്തുപറ്റി, എന്തെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദീപ് വന്നത്. എന്നാൽ ഗംഗ പേടിയോടെ നോക്കിയത് സീതാമ്മയെയും മാഷിനെയും ആയിരുന്നു. എന്തുപറ്റി? വീണ്ടും അവൻ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ എന്താണ്? സീതാമ്മ ചോദിച്ചു. അപ്പോഴാണ് സന്ദീപ് ഗംഗയെ നന്നായി ശ്രദ്ധിച്ചത്. അവൻ സീതാമ്മയുടെയും മാധവിന്റെ അച്ഛൻ്റെയും മുന്നിലേക്ക് വന്നു. അങ്കിൾ, ആൻറ്റി, ഞാനും ഗംഗയും തമ്മിൽ ഇഷ്ടം മാത്രമല്ല, ഞങ്ങൾ വിവാഹിതരാണ്. ഞാൻ അവളുടെ ഭർത്താവും ഇവളെൻ്റെ ഭാര്യയുമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്. സന്ദീപ് ധൈര്യത്തോടെ പറഞ്ഞു. ആ സമയം ഗംഗയും അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു. അതെ അമ്മാവ, ഞാനും സന്ദീപും ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ സ്നേഹത്തിലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെയാണ് സന്ദീപ് താമസിക്കുന്നതെന്നും അടുത്തടുത്താണ് എന്നെല്ലാം. പിന്നെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. ഗംഗ തല കുനിച്ചുകൊണ്ട് പറഞ്ഞതും സന്ദീപ് തല കുനിച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുത്തിട്ടു. അതിൽ ഓം എന്നും സന്ദീപ് എന്നും വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് സീതാമ്മയും മാധവിന്റെ അച്ഛനും കണ്ടു. മാഷച്ചനും ടീച്ചറമ്മയും പരസ്പരം നോക്കി. അപ്പോ എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? സീതാമ്മ ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. പറയ്, എല്ലാവർക്കും അറിയായിരുന്നോ? മാധവ്, സീതാമ്മ വിളിച്ചതും അമ്മേ, ഞങ്ങളുടെ അറിവോടെയല്ല ഇവരുടെ വിവാഹം നടന്നത്. പക്ഷേ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അതിനുശേഷമാണ് സന്ദീപ് ഈ വീട്ടിലേക്ക് വന്നു തുടങ്ങിയതും മാധവ് പറഞ്ഞു. ഓ, അപ്പോൾ നിങ്ങൾ കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല അല്ലേ? മാധവിൻ്റെ അച്ഛൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. സന്ദീപിൻ്റെ വീട്ടിലറിയോ ഇക്കാര്യം? മാധവിൻ്റെ അച്ഛൻ ചോദിച്ചു. ഇല്ല, എൻ്റെ വീട്ടിൽ അറിയില്ല. എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഗംഗയുടെ വീട്ടിലും അറിയില്ല. ഇപ്പോൾ ശരത്ത് പോലും ഈ വരവിനാണ് അറിഞ്ഞത്. ഞാൻ ശരത്തിനോട് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞതും. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ആര് വിചാരിച്ചാലും എന്നെയും ഇവളെയും പിരിക്കാൻ പറ്റില്ല. കാരണം ലീഗലിയും ഇവളെൻ്റെ ഭാര്യയാണ്, അവൻ പറഞ്ഞു. ഓ, ഇത്രയും ധൈര്യത്തോടെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിലും ചെന്ന് നിന്ന് പറയാൻ പറ്റുമോ സന്ദീപിന്? മാധവിന്റെ അച്ഛൻ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്തുകൊണ്ട് പറ്റില്ല? ഇവളെന്റെ ഭാര്യയാണെന്ന് എനിക്ക് ആരുടെ മുന്നിലും ധൈര്യത്തോടെ പറയാൻ പറ്റും. അതിനി എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല, ഇവളുടെ വീട്ടുകാരുടെ മുന്നിലും എനിക്ക് പറയാൻ പറ്റും, അവൻ പറഞ്ഞു. മാധവ് മാഷിനെയും ടീച്ചറമ്മയെയും അവൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി. എന്തോ അവൻ്റെ മനസ്സിൽ ഒരു സംശയം തോന്നിയതും അവൻ്റെ അച്ഛനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ സമയമാണ് മാധവിൻ്റെ അച്ഛനും മാധവിനെ നോക്കിയത്. എന്താ? അവൻ്റെ നോട്ടം കണ്ട് മാധവിൻ്റെ അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല, എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, മാധവ് പറഞ്ഞതും. എടാ, നിനക്കൊക്കെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ നിന്നേക്കാളൊക്കെ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ച് ഞങ്ങൾക്ക് അതിലും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും, മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ എല്ലാവരും മാധവിൻ്റെ അച്ഛനെയും അമ്മയെയും ടീച്ചറമ്മയെയും മാഷച്ചനെയും നോക്കി. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിതെല്ലാം അറിയാമായിരുന്നു എന്നാണോ? ഇഷാനി ചോദിച്ചു. പിന്നല്ലാതെ,
ഇത്രയും നാള് ഇവിടെ ജീവിച്ച ഇവൻ ഇങ്ങോട്ടൊന്ന് കയറി വന്നിട്ട് പോലുമില്ല. എന്തിന്? ഒന്ന് കണ്ട ചിരിക്ക് കൂടിയില്ലാത്തവൻ ഇവിടേക്ക് വരുന്നു, സംസാരിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നു, നിങ്ങളും ഇവനോട് നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോഴാണ് ഈ കൂട്ടത്തിൽ ഇനി ആരാണ് വിവാഹം കഴിക്കാത്തത് എന്ന് ആലോചിച്ചത്. ആദ്യം ഞങ്ങൾക്ക് ദേവുമോളെയായിരുന്നു. പക്ഷെ ശരത്തിന് അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ഉറപ്പായി ദേവു അല്ലാന്ന്. പിന്നെ ഈ കൂട്ടത്തില് ആര് എന്ന് ഒരു ചിന്തയായിരുന്നു. ഈ പൊടിക്കുപ്പിയെ വരെ ഞങ്ങളൊന്ന് സംശയിച്ചു. മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും, അയ്യോ ഞാനോ? എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. മിത്ര പറഞ്ഞു. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിനക്ക് ആ ബോധമില്ലാന്നും കൂടിയുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു. പിന്നെയാണ് സംശയം ഗംഗയിലേക്ക് പോയത്. യാദർച്ഛികമായാണ് ഗംഗയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ടീച്ചർ കാണാൻ ഇടയായത്. ടീച്ചർ അപ്പൊ തന്നെ ഞങ്ങളെ അറിയിച്ചു. പിന്നെ സീതയെ അത് കണ്ടു. അപ്പോ ഉറപ്പിച്ചു ഈ താലിയുടെ അവകാശി നീയാണെന്ന്. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഗംഗ ഓടി വന്ന് മാധവിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? ശരിക്കും മാധവേട്ടനും മിത്രയും മനുവും എല്ലാം എന്ത് ഭാഗ്യം ചെയ്തവരാണെന്നറിയോ ഇതുപോലെ ഒരച്ഛനെയും അമ്മയൊക്കെ കിട്ടിയത്. ഉദയേട്ടനും ഇഷാനി ചേച്ചിയും സാന്ദ്രയും എല്ലാം ഇപ്പോ അതിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടി കിട്ടിയില്ലേ അവസരം. അതുകൊണ്ട് ദേ ഈ ലക്ഷ്മിയും ദേവുവും പിന്നെ ഞാനും സന്ദീപും ഞങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങൾക്കുണ്ട് അച്ഛനും അമ്മയും. അവരുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന 2 പേര്. ഗംഗ പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛനെ വീണ്ടും കെട്ടിപ്പിടിച്ചു. അദ്ദേഹം അവളുടെ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. നിങ്ങളും ഞങ്ങളുടെ മക്കള് തന്നെയാണ്. ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടേയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എത്ര മക്കളാണെന്നറിയോ? അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള്. അതുകൊണ്ട് കരയണ്ട. ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടാവും നിങ്ങളെ മാറ്റി നിർത്തില്ല ഞങ്ങള്. മാധവിന്റെ അച്ഛൻ പറഞ്ഞു. അല്ലാതെ പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വീട്ടിൽ താമസാകാം. എന്നിട്ട് വേണമെങ്കിൽ അതൊരു പഞ്ചായത്തായിട്ട് തന്നെ പ്രഖ്യാപിക്കാനേ. ഞങ്ങളും കാര്യമായിട്ട് തന്നെ ശ്രമിക്കാം. ശരത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നതും എല്ലാവരും ശരത്തിനെ നോക്കി. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ മാധവ് ലക്ഷ്മിയെ നോക്കി ചിരിച്ചു. മോനെ, നീ ഞങ്ങളെ സഹായിക്കണ്ട. നീ എത്രയും പെട്ടെന്ന് ദേ ഒരു താലി വാങ്ങി ഈ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കെട്ട്. എന്നിട്ട് നീ ജില്ലയാക്കുകയോ പഞ്ചായത്താക്കുകയോ വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ ആക്കിക്കോ. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. മാധവിന്റെ അച്ഛൻ പറഞ്ഞതും, ഞാൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? ശരത്ത് ചോദിച്ചതും, ഞാൻ പറഞ്ഞത് നീ മറന്നോടാ? ഞങ്ങളും ഈ പ്രായം കഴിഞ്ഞിട്ടാ ഇവിടെ നിൽക്കുന്നത് അല്ലേ മാഷേ? മാധവിന്റെ അച്ഛൻ ചോദിച്ചതും, അല്ലാതെ പിന്നെ ഇതിനേക്കാൾ അഭ്യാസം കഴിഞ്ഞിട്ടാ ഞങ്ങളും വന്നത്, മാഷും പറഞ്ഞു. ആ സമയമാണ് ഉദയന്റെ കാറ് അങ്ങോട്ട് വന്നത്. അവൻ കാറിൽ നിന്നും ഇറങ്ങി വേഗം അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തുടങ്ങിയോ? എന്ത്? ഉദയൻ ചോദിച്ചതും മിത്ര ചോദിച്ചു. അല്ല, എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് എന്താ പരിപാടി? ഞങ്ങൾ ചുമ്മാ ഓരോ വിശേഷങ്ങൾ പറയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശരത്തേട്ടനെ ഒരു പഞ്ചായത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ക്ലാസ് എടുത്തത്. മനു പറഞ്ഞു. എല്ലാവരും മനുവിനെ നോക്കി. ഇവന് കാര്യം മനസ്സിലായോ എന്നുള്ള രീതിയിലായിരുന്നു ആ നോട്ടം. പിന്നെ ശരത്തും സന്ദീപും മാധവും കൂടി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും, അല്ല, ശരത്തേട്ടൻ പറഞ്ഞത് ഞാൻ ഉദയേട്ടനോട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല, മനു പറഞ്ഞു. 3 പേരും അവനെ നോക്കി ഒന്ന് കനപ്പിച്ച് മൂളി. അല്ല, മൂത്തതുങ്ങളെ കണ്ടല്ലേ ഇളയതുങ്ങൾ പഠിക്കുന്നത്, മാധവിന്റെ അച്ഛൻ പറഞ്ഞു. അത് സത്യാട്ടോ, ഞാനേ അച്ഛനെ കണ്ടോണ്ടാ പഠിച്ചത്, മാധവ് പറഞ്ഞു. അല്ല സന്ദീപേ, നീ പോയ കാര്യം എന്തായി? അവിടുത്തെ വിശേഷങ്ങൾ പറ. ശരത്ത് പെട്ടെന്ന് തന്നെ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം സന്ദീപ് പറഞ്ഞു. അപ്പോ മൂട്ടിന് തീ പിടിച്ചിട്ടുണ്ട്. എന്റെ കറക്റ്റായിരുന്നു തീരുമാനം അല്ലേ? ശരത്ത് പറഞ്ഞു. തീരുമാനമൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ അന്വേഷിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അന്വേഷണമായിട്ട് ഉറപ്പായിട്ടും ഇറങ്ങും, സന്ദീപ് പറഞ്ഞു. ഇറങ്ങിക്കോട്ടെ, അവൻ ഇറങ്ങണമല്ലോ. അവൻ ഇറങ്ങിയാലല്ലേ നമുക്ക് അവനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിക്കാൻ പറ്റൂ, അത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ. നമ്മൾ പോലും കരുതുന്നതിന് മുമ്പ് ദേ ഇയാൾക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കും, ശരത്ത് പറഞ്ഞു. നീ അതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാധവ് ചോദിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി 2 പേരെ നിർത്തിയിട്ടുണ്ട്.
അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാം അറിയാൻ. അവരിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനാക്കാം. അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കോടതിയെ അറിയിക്കാം, അതും തെളിവ് സഹിതം. ശരത്ത് പറഞ്ഞു. അപ്പോ നീ നന്നായിട്ട് പ്ലാൻ ചെയ്തു അല്ലേ? പിന്നെ പ്ലാൻ ചെയ്യാതിരിക്കോ? ഇതേ എൻ്റെ ജീവിതമാണ്. ശരത്ത് ദേവുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവു പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി. ആ, ഇനി പറ, ഇനി എന്താ പരിപാടി? നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉദയൻ ചോദിച്ചു. ഇല്ല, നമുക്ക് ഒന്നും ചെയ്യണ്ട. നമ്മൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മതി. ബാക്കിയെല്ലാം അവരായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നോളും. അതിനുള്ള പണിയൊക്കെ അവരവിടെ തുടങ്ങിയിട്ടുണ്ട്, സന്ദീപ് പറഞ്ഞു. എന്താണ് നോക്കി, കുടുംബത്തുള്ളവരെ ചതിക്കാൻ കാണിക്കുന്ന ഒരു തോര. ഉദയൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല, തെറ്റാണ് അവർ ചെയ്തത്. എനിക്കും ഒരു സഹോദരിയുണ്ട്. അവൾക്കാണ് ഇങ്ങനെ ഒരവസ്ഥ വന്നതെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. എത്ര ദുഷ്ടനായിക്കോട്ടെ, സച്ചിദേവ് അടക്കം സഞ്ജയും എല്ലാവരും ഇറങ്ങും. ഒരുപക്ഷേ അവൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല, സന്ദീപ് പറഞ്ഞു. അതെ, അത് സത്യമാണ്, മാധവും പറഞ്ഞു. പിന്നീട് സ്കൂളിൽ പോയതും ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് അന്ന് രാത്രിയും ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും നവീനും എത്തിയിരുന്നു. നവീനോടും വിശേഷങ്ങളെല്ലാം പറഞ്ഞു. നാളെയാണ് നവീൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തുന്നത്. ഇഷാനി നല്ല ടെൻഷനിലാണ്. എല്ലാവരും അവിടുത്തെ താമസം കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി ഇവിടേക്ക് വരുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു എല്ലാവരും. രാത്രി ഒത്തിരി ലേറ്റായതും സന്ദീപിൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നു. നീ വീട്ടിലേക്ക് എത്തിയില്ലേ സന്ദീപ്? ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ സർവൻസാണ് എടുത്തത്. അവർ പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ടേയില്ലാന്ന്. ഇല്ലമ്മ, ഞാൻ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിയും എത്താൻ, അവൻ പറഞ്ഞു. അപ്പോൾ നീ ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, അവൻ പറഞ്ഞു. അവിടെ എന്തായി? അവൻ ചോദിച്ചു. ഇവിടെ എന്താവൻ, അവള് എന്തായാലും കേസ് കൊടുത്തിരിക്കുകയല്ലേ. ഇനി കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശരിയാണമ്മ, ഇനി അത് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി. പക്ഷേ അതിനിടയ്ക്ക് അവനൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അവനോട് ഇനി അവളുടെ പുറകെ പോകണ്ടെന്ന് പറയും. അവന് പറയാനുള്ളത് എന്തായാലും നമുക്ക് കോടതിയിൽ പറയാലോ. എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണോ വേണ്ടിയോ എന്ന്. അല്ലാതെ ഇവൻ ചെന്ന് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇവനെ ഊരിക്കൊണ്ടുവരാൻ പെട്ടെന്ന് പറ്റില്ല. അതിനു വേണ്ടിയുള്ള കളിയാണ് അവൾ കളിച്ചിരിക്കുന്നത്, സന്ദീപ് പറഞ്ഞു. എനിക്കറിയാം, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ. പെട്ടെന്നൊന്നും അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവളുടെ കാര്യത്തിൽ അവൻ ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാണ്, സന്ദീപിൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ. എടുത്തുചാട്ടം കൂടുതലാണെന്നൊക്കെ അറിയാം. പക്ഷേ അതവൻ്റെ നാശത്തിലേക്കാണ്. അതാണ് സങ്കടം. ഒന്നോർത്താൽ അവൾ ഇഷ്ടപ്രകാരമല്ലല്ലോ അമ്മ അവനെ വിവാഹം കഴിച്ചത്. അവൻ ചെയ്തു വെച്ചതൊക്കെ ഓർക്കുമ്പോൾ അവള് ഇത്രയും നാളെ അവിടെ പിടിച്ചു നിന്നല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്കതിശയം, സന്ദീപ് പറഞ്ഞു. നമുക്ക് ഇഷ്ടം, പ്രണയം അതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് ആ വീട്ടിലുള്ള ആർക്കും അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവൻ പറഞ്ഞതും. നീയും ഈ വീട്ടിലെയാണ് എന്നുള്ള കാര്യം മറന്നു പോവുകയാണോ സന്ദീപ്? അവൻ്റെ അമ്മ ചോദിച്ചു. അല്ലമ്മ, ഞാൻ മറന്നു പോയിട്ടല്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരിക്കലും പ്രണയം, ഇഷ്ടം ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അമ്മ അത് സിത്താരയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ സന്ദീപ് അവളെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടാണ് സ്വന്തമാക്കിയത്. എന്നിട്ട് അത് നിലനിന്നോ? ഇല്ല. അവൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന് അവൻ്റെ കയ്യിൽ നിന്നും അത് പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എത്ര വാശി പിടിച്ചാലും, അവനെന്നല്ല ആരും വാശി പിടിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും, അത് ഉറപ്പാണമ്മ, അവൻ പറഞ്ഞു. നീ ഇത്ര പെട്ടെന്ന് തത്വങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയോ? ഇപ്പോൾ നിനക്ക് നല്ലൊരു മാറ്റമുണ്ട്, അവൻ്റെ അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞ സത്യമാണമ്മ, എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. എൻ്റെ ഈ മാറ്റം നല്ലതാണെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്, അവൻ പറഞ്ഞു. എന്തായാലും മാറ്റം നല്ലതാണ്. പക്ഷേ ആ മാറ്റവുമായിട്ട് നീ ഈ വീട്ടിലേക്ക് വരണ്ട.
ഈ വീട്ടിലുള്ളവരെല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. നീ അടക്കം അങ്ങനെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നീ നന്നായി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കും അങ്ങനെയാകാൻ പറ്റില്ലല്ലോ മോനെ. പിന്നെ സിത്താര, അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. കാരണം അവൾ ആഗ്രഹിച്ചത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ എൻ്റെ മകൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും ഞാൻ നേടിക്കൊടുക്കുമായിരുന്നു, അവർ പറഞ്ഞു. സന്ദീപിന്റെ അമ്മയാണ് വിളിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് അവന്റെ അടുത്തേക്ക് മാധവും ശരത്തും എല്ലാം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവന്റെ അമ്മ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു. എന്തൊരു സാധനമാടാ ഇത്? ശരത്ത് ചോദിച്ചതും മാധവും ഉദയനും സന്ദീപിനെ നോക്കി. അവന്റെ മുഖം മാറുന്നത് കണ്ടതും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നാലും മക്കളുടെ ഇഷ്ടത്തിന് ഇത്രയധികം കൂട്ടുനിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം ഏതൊരു അച്ഛനും അമ്മയും. അല്ലാതെ അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും തെറ്റിലേക്ക് നയിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ തന്നെ നിന്റെ സഹോദരി ചെയ്തത് തെറ്റാണെന്ന് അറിയാം. പക്ഷെ നിന്റെ അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ട് മാത്രം അവര് ഇതിന് സമ്മതിക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരുപക്ഷെ മാധവിനെ അവർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ, ഈ ബന്ധത്തെ ഇഷ്ടമായിരുന്നെങ്കിൽ അവര് എന്തും ചെയ്യുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ശരത്ത് പറഞ്ഞു. മതി ശരത്തെ, അവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ അമ്മയുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. അവരെ മാറ്റാനൊന്നും ഇവനെന്നല്ല ആർക്കും പറ്റില്ല. അവര് അവരുടെ ചിന്താഗതിയിലും അഭിപ്രായങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരാണ്, മാധവ് പറഞ്ഞു. ഉറച്ചു നിന്നോട്ടെ, പക്ഷെ അതുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരരുത്, പ്രത്യേകിച്ച് എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക്, ശരത്ത് പറഞ്ഞു. ഇല്ലടാ, അതിന് ഞാനും സമ്മതിക്കില്ല, സന്ദീപ് ശരത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അതേ, കൈ കൊടുക്കില്ലേ, ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നവീനും വന്നു. നീ ഇതെവിടെ നിന്ന് വന്നു? അവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വന്നു, അടുത്ത ലോഡ് വന്നു, ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാ, നവീൻ പറഞ്ഞു. ഞങ്ങൾ എന്തിനാണ്? പിന്നെ എല്ലാം പിടിച്ചു വെക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കുവോ? ഇവിടെ കാശ് കൊടുത്ത് ആൾക്കാരെ വെക്കടാ, ഉദയൻ പറഞ്ഞു. ഏയ് അത് വേണ്ട, നിങ്ങളൊക്കെ ഉള്ളപ്പോ നിങ്ങൾക്ക് വിഷമാവില്ലേ, നവീൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.